മംഗളവാർത്തക്കാലം 1-ാം വെള്ളിയാഴ്ച. ലേഖനഭാഗം വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വചനം. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. വചനത്തിൻ്റെ ശ്രോതാക്കളല്ല, വചനത്തിൻ്റെ അനുഷ്ഠാക്കളാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത്. ജീവിത സൗഭാഗ്യം സ്വന്തമാക്കുന്നവർ വചനം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അപ്രകാരമുള്ളവരെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം സംസാരിക്കുന്നത്. സുവിശേഷ ഭാഗ്യങ്ങൾ ഈശോ പറഞ്ഞുകൊണ്ട് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുവന് എപ്രകാരം എല്ലാം ഒരുങ്ങാം എന്നത് സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യന് തുല്യനാണ്. ഈ വിവേകവതിയായ മനുഷ്യൻ ആത്മാവിൽ ദരിദ്രനായിരിക്കാം. ഈ വിവേകവതിയായ മനുഷ്യൻ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവനാണ്. ഈ വിവേകിയായ മനുഷ്യൻ കരുണയുള്ളവനാണ്, ഹൃദയശുദ്ധിയുള്ളവനാണ്. അങ്ങനെ അഷ്ടസൗഭാഗ്യങ്ങളിലൂടെ രക്ഷകനെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുവാൻ, വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ഇന്നത്തെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് യാക്കോബ് ശ്ലീഹ പറയുന്ന വചനത്തിൻ്റെ ശ്രോതാക്കൾ മാത്രമാകാതെ വചനം അനുസരിക്കുന്നവരായി ജീവിതത്തെ ക്രമീകരിക്കാൻ കൃപയ്ക്കായി അപേക്ഷിക്കാം.